വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വൻതിര പോലൊരു ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറിടും. വൻതിര പോലൊരു ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറിടും. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അബ്രഹാമിൻ്റെ ജീവിതം നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വിധത്തിൽ ക്യാരക്ടർ സ്റ്റഡിയായിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതം പഠിക്കുക എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്റ്റഡി മാത്രമല്ല, വേദപുസ്തക ഉപദേശങ്ങൾ പലതും നമുക്ക് മനസ്സിലാകുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടെ. വിശേഷാൽ കാതലായ ഉപദേശം, വിശ്വാസത്താലുള്ള നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. അത് ഇവിടെ നമുക്ക് 15-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് ആദ്യമായി കാണുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ലോകത്തിന് എക്കാലത്തും ആവശ്യമായുള്ളൊരു ദൂത്. പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ പാഴ്വേല ചെയ്യുന്ന മില്യൺസ്, 100,000 ഒന്നുമല്ല, കോടാനുകോടി ജനങ്ങൾ എവിടെയെല്ലാം പോയി മുട്ടുന്നു പാപമോചനത്തിനായി. എന്നാൽ വിശ്വാസത്താൽ ഒരു നീതീകരണം ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അതിന് നല്ല ഉദാഹരണമായി വേദപുസ്തകത്തിൻ്റെ ആരംഭ നാളുകളിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളുടെ പിതാവ്, ഫാദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. 12-ാമത്തെ അധ്യായത്തിലാണല്ലോ അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതം ആരംഭിച്ചത്. ദൈവകൃപയാൽ അദ്ദേഹത്തിനൊരു വിളിയുണ്ടായി. നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ എല്ലാം ആരംഭം കുറിക്കുന്നത് ദൈവശബ്ദത്തിലാണ്, നമ്മിൽ നിന്ന് ആരംഭിക്കുന്നതല്ല. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ആരംഭം കുറിച്ചത് തന്നെ ദൈവത്തിൻ്റെ വിളിയാണ്. കൽദേയരുടെ ഊരിൽ പാർക്കുമ്പോൾ തേജോമയനായ ദൈവം വെളിപ്പെട്ടു, ദൈവത്തിൻ്റെ കൃപ. എന്നാൽ ആ വിളി മനസ്സിലാക്കിയപ്പോൾ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ പിതൃവേഷത്തെയും ചാർച്ചക്കാരെയും, ഹിസ് ഓൺ പീപ്പിൾ, ഹിസ് പ്ലേസ് എല്ലാം വിട്ട് എങ്ങോട്ടെന്നറിയാതെ യാത്ര തിരിച്ച വിശ്വാസവീരൻ. വിശ്വാസ ജീവിതത്തിന് അനുസരണം അതിപ്രധാനമായ ഘടകമാണെന്ന് 12-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു. When he was called, he obeyed. 12-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വളർന്നു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ
അദ്ദേഹം വിശ്വാസത്തിൽ ക്ഷീണിക്കുന്നു. അപ്പോൾ നമുക്ക് സമസ്വഭാവമുള്ളൊരു മനുഷ്യൻ ഏറിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും ജീവിതത്തിൽ വീഴ്ചകൾ വരുന്നു. എന്നാൽ ദൈവം യഥാസ്ഥാനപ്പെടുത്തി മടങ്ങി വന്നു. അതുകൂടാതെ അദ്ദേഹം ലോത്തിനോടുള്ള ബന്ധത്തിൽ രണ്ടുപേർക്കും സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ഒരുമിച്ച് പാർക്കാൻ വഹിയാതെ വന്നപ്പോൾ അവർ തമ്മിൽ പിരിയുന്ന സമയത്ത് തിരഞ്ഞെടുക്കാനുള്ള അവസരം സഹോദരന് കൊടുക്കുക. അതായത് തൻ്റെ റൈറ്റ്, തൻ്റെ അവകാശം സഹോദരന് വിട്ടുകൊടുക്കുന്നു. അത് വലിയൊരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് എങ്ങനെ എടുക്കാൻ ഒക്കും? ഓൺലി ബൈ ഫെയ്ത്ത്. അവൻ നീരൊഴുക്കുള്ള ദേശം എടുത്താൽ എനിക്ക് എന്ത് ലഭിക്കുമെന്ന് ചിന്തിക്കാൻ ന്യായമുണ്ട്. എന്നാൽ അതെടുത്താലും എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ നടത്താൻ വിശ്വസ്തൻ എന്ന എണ്ണി. ഹി ബിലീവ്ഡ്. 14-ാമത്തെ അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കുകയുണ്ടായത്. അവിടെ ലോത്ത് ഒരു വിപത്തിൽപ്പെടുകയാണ്. സോദോമിൽ പാർത്തു, നന്മകളൊക്കെ അനുഭവിച്ചെങ്കിലും സോദോം ആക്രമിക്കപ്പെട്ടു. 4 രാജാക്കന്മാർ വന്ന് സോദോം രാജാവിനെയും കൂടെയുള്ള 4 രാജാക്കന്മാരെ ആക്രമിച്ചപ്പോൾ അവർ പരാജയപ്പെട്ടു. അപ്പോൾ സോദോമിനെ ധനത്തെയും സോദോമിലുള്ള ചില ജനത്തെയും പിടിച്ചുകൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ലോത്തുമുണ്ടെന്നുള്ള അറിവ് കിട്ടിയപ്പോൾ വിശ്വാസവീരനായ അബ്രഹാം, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ് ഞാനെന്നുള്ള ഉറപ്പോടെ, ഇതൊക്കെയാണല്ലോ വിശ്വാസത്തിൻ്റെ റിഫ്ലക്ഷൻ. തൻ്റെ സമ്പത്ത് കൊണ്ടുപോയവനെങ്കിലും തനിക്ക് കിട്ടേണ്ട നല്ല ദേശം കൊണ്ടുപോയി എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അതെല്ലാം മറന്ന് എൻ്റെ സഹോദരൻ പിടിക്കപ്പെട്ടു, അതിനുവേണ്ടി പോയി യുദ്ധം ചെയ്തു, ജയിച്ച് ലോത്തിനെയും അവനുള്ള സകലത്തെയും സോദോം രാജാവിൻ്റെ സകല ധനത്തെയും മടക്കിക്കൊണ്ടുവന്നു. വിജയത്തിൽ ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ വിശ്വാസവീരൻ ആദ്യം ആരാധിക്കുകയാണ്. മൽക്കീസദേക്ക് എന്ന് പറയുന്ന ശാലേം രാജാവ് എതിർപ്പെടുന്നു. ദശാംശം കൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന് മഹത്വം കൊടുക്കും. അത് കഴിഞ്ഞ ഉടനെ തന്നെ തനിക്ക് വിശ്വാസത്തിൻ്റെ ഒരു പരിശോധനയാണ്. സോദോം രാജാവ് പറഞ്ഞു, എൻ്റെ ആളുകളെ എനിക്ക് തന്നാൽ മതി, സമ്പത്ത് നിനക്ക് കൊണ്ടുപോകാം. എന്നാൽ അവിടെ ആ സമ്പത്ത് വേണ്ട എന്ന് വെച്ച് സോദോമിലെ രാജാവ് കർത്താവിനെ അനുഗമിക്കുന്ന എന്നെ ധനികനാക്കി എന്ന് പിന്നീട് പറയാതിരിക്കേണ്ടതിന് സോദോം രാജാവിൻ്റെ ധനത്തോട് നോ പറഞ്ഞ വിശ്വാസം മടങ്ങി വന്ന് മമ്രയുടെ തോപ്പിൽ താൻ വരണ്ട സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. ആ ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മൽക്കീസദേക്കിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, സോദോം രാജാവിൻ്റെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ രാജാവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുകയാണ്. സർവശക്തനായ ദൈവം ദർശനത്തിൽ അബ്രഹാമിന് പ്രത്യക്ഷനായി. നൗ ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ കിങ് ഓഫ് കിങ്സ്. ഇവിടെ നമ്മൾ കാണുന്നത്, നാം വായിച്ച വേദഭാഗം ശ്രദ്ധിച്ചാൽ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഇവിടെ നമ്മളൊരു വാക്ക് വായിക്കുന്നുണ്ട്, യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ. വേദപുസ്തകത്തിൽ ആരംഭത്തിൽ അല്ലെങ്കിൽ ആദ്യമായി യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്ന് പറയുന്നത് ഇവിടെയാണ്. ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം. ഇതിന് ശേഷം ഇനിയും അനേക പ്രാവശ്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് ആരംഭത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടാകുക എന്ന് പറയുന്നത്. ഈ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഒരു വിധത്തിൽ അദ്ദേഹം
മനസ്സിൽ ക്ഷീണിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാകാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ നിൻ്റെ പ്രതിഫലമാണ്, ഞാൻ നിൻ്റെ പരിചയമാണ്, ഞാൻ വാഗ്ദത്തം ചെയ്ത ദൈവമാണ്, വിശ്വസ്തനാണ്. അത് പിന്നീട് നമുക്ക് കാണാൻ കഴിയും. അനേക വാഗ്ദത്തങ്ങൾ കൊടുക്കുകയാണ്, തൻ്റെ ഭക്തനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദൈവം എന്ന യജമാനനെ തൻ്റെ ദാസന്മാരോട് എങ്ങനെ ഇടപെടണമെന്ന് നന്നായിട്ടറിയാം. ഹി നോസ് ഹൗ ടു ഡീൽ വിത്ത് ഹിസ് സെർവൻസ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിനെ പോലെ നല്ലൊരു യജമാനൻ വേറെ എങ്ങും കിട്ടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മോട് നന്നായി ഇടപെടുന്ന, നമ്മെ അറിയുന്ന നല്ല യജമാനൻ. ഒരു പക്ഷേ ശാരീരികമായി ക്ഷീണിച്ചിരിക്കുകയായിരിക്കാം. ഒരു യുദ്ധം 318 പേരെ കൊണ്ട് 4 രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് ജയിച്ച് വരികയാണ്. ടയേർഡ് ഫിസിക്കലി. ഹൃദയത്തിനകത്തൊരു ഭയം കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭയപ്പെടണ്ട എന്ന് ആരംഭിക്കുകയാണ് ഇവിടെ. ആ വാക്കും ആദ്യം കാണുന്നത് ഇവിടെയാണ്, വേദപുസ്തകത്തിൽ. ഭയപ്പെടണ്ട. അപ്പോൾ ഭയം കാണാൻ സാധ്യതയുണ്ട്. അതിന് കാരണം ഒരു പക്ഷേ ആ വീരകൃത്യമൊക്കെ ചെയ്തിപ്പോൾ മടങ്ങി വന്ന് വിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ചിന്തിച്ച് കാണും, ഈ 4 രാജാക്കന്മാരും കൂടെ അവരൊന്ന് പുനഃസംഘടിച്ച്, ഇഫ് ദേ ഗെറ്റ് ടുഗെദർ അഗെയിൻ ആൻഡ് കം ആഫ്റ്റർ മീ, എൻ്റെ പിന്നാലെ വന്നാൽ ഈ 318 പേരെ എനിക്കുള്ളൂ, ഞാൻ പരാജയപ്പെട്ടു പോകുമോ, ഞാൻ പിടിക്കപ്പെട്ടു പോകുമോ? അകത്തൊരു ഭയം. രണ്ടാമതൊരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ ചിന്തയിൽ കൂടെ വരുന്ന പറയാൻ ആഗ്രഹിക്കുന്നു. സോദോം രാജാവിൻ്റെ ധനം വേണ്ടാന്നൊക്കെ അന്നേരം വലിയ തീഷ്ണതയിൽ അങ്ങ് പറഞ്ഞു കേട്ടോ, ഇതൊന്നും വേണ്ട കേട്ടോ. പിന്നെ ചിന്തിച്ച് കാണും, എൻ്റെ പരദേശ ജീവിതത്തിന് തമ്പുരാൻ ഒരുക്കിയതായിരുന്നു, ആർക്കറിയാം? ഡിഡ് ഐ സേ നോ ടു എ ഗുഡ് തിങ്? ഇങ്ങനെ ഒരു സെക്കൻഡ് തോട്ട് വരുന്നവരാ ദൈവമക്കൾ. അതങ്ങനെ ചിന്തിക്കാൻ കാരണം ഈ സെക്കൻഡ് തോട്ട് നമുക്കെല്ലാം വരുന്നത് കൊണ്ടാണ്. ധീരമായി ദൈവത്തിന് ചില തീരുമാനമൊക്കെ എടുക്കും, പക്ഷേ പെട്ടെന്ന് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുക, അങ്ങനെ തന്നെ ആയിരുന്നോ? കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നവർക്കുണ്ടാകുന്ന ഒരു വലിയ ശോധനയാണിത്. കർത്താവിൻ്റെ വചനമൊക്കെ കേട്ട് ചിലപ്പോൾ യോഗത്തിലായിരിക്കും, ആത്മപകർച്ച നടക്കുമ്പോഴായിരിക്കും എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പോകാൻ അങ്ങ് ഇറങ്ങി, എവിടെ പോയി ജീവൻ വെക്കാനും തയ്യാറായി ഇറങ്ങി തിരിച്ച് ഒരു ചെറിയ പ്രശ്നമൊക്കെ അങ്ങോട്ട് വരുമ്പോൾ അകത്തോടൊരു സംശയം, ഇമോഷണൽ ആയിരുന്നോ? ഞാൻ ഇങ്ങനെ വരണമായിരുന്നു? ഇങ്ങനെയൊരു തിങ്കിങ് ഒരു പക്ഷേ അബ്രഹാമിനുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണ് ഇങ്ങനെയുള്ള ബലഹീന നിമിഷത്തിൽ ദൈവത്തിൻ്റെ മറുപടി? ദ വേർഡ് ഓഫ് ഗോഡ്. തമ്പുരാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച ദൈവം തൻ്റെ വചനത്താലാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഈ വചനങ്ങളാൽ തമ്മിൽ ആശ്വസിപ്പിച്ചോളാൻ തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞു, കംഫർട്ട് വൺ അനദർ. ദൈവവചനത്തിനകത്ത് എന്തൊരു ആശ്വാസം ഉണ്ടെന്നറിയാവൂ. എന്താശ്വാസം! ഈ വചനം രുചിച്ചറിഞ്ഞവർക്കേ അതിനകത്തെ ആ മാധുരി അറിയത്തുള്ളൂ. ലോക മനുഷ്യൻ്റെ വാക്കുകളാൽ സമാധാനം ലഭിക്കാത്ത സന്ദർഭങ്ങളിൽ ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ വചനം, ദ വേർഡ് ഓഫ് ഗോഡ് വിൽ കംഫർട്ട് ദ സോൾ. മനഃശാസ്ത്രന്മാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത, ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന ദൈവത്തിൻ്റെ ജീവനും ചൈതന്യവുമുള്ള വചനം. സോ ഹി ഗേവ് ഹിം ദ വേർഡ് ഓഫ് ഗോഡ്, ഗോഡ്സ് വേർഡ്. അതുകൊണ്ടാണ് ഈ ആമോസ് എഴുതിയപ്പോൾ പറഞ്ഞു, ഒരു കാലത്തൊരു ക്ഷാമം ഉണ്ടാകും. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. അതിൻ്റെ അർത്ഥം ഏറ്റവും വലിയ ക്ഷാമം ദൈവവചനത്തിൻ്റെ ക്ഷാമമാണ്. ഫാമിൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ആ വചനമില്ലാതെ ജീവിക്കാനൊക്കത്തില്ല. നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. ഇസ്രയേലിൻ്റെ രാജാക്കന്മാരിലെ 1-ാം രാജാവായിരുന്ന ശൗല് ദൈവഹിതത്തിന് പുറത്ത് ജീവിച്ചപ്പോൾ ആദ്യം വളരെ തീക്ഷ്ണതയോടെ ജീവിച്ചു, അനുസരണക്കേട് കാണിച്ചു, മാനസാന്തരപ്പെടാതെ മുന്നോട്ട് പോയപ്പോൾ ദൈവം തമ്പുരാൻ സംസാരിക്കുന്നത് നിർത്തി. ദൈവവുമായുള്ള കമ്മ്യൂണിക്കേഷൻ പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫെലിസ്ത്യർ വരുന്നത്. 1 ശമൂവേൽ 28:6 നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കാണാനായിട്ട് കഴിയും.
അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ആലോചന വേണം, ശത്രു വരില്ലയോ? അപ്പോൾ അദ്ദേഹം ജനത്തോട് പറയുകയാണ്, ഞാൻ യഹോവയോട് ചോദിച്ചാറേ, യഹോവ സ്വപ്നം കൊണ്ടോ ഉറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരമരളിയില്ല. ദ ലോർഡ് ഈസ് നോട്ട് സ്പീക്കിംഗ് ടു മീ, ഹെവൻ ഈസ് ക്ലോസ്ഡ്. ഇവിടെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടകരമായ അനുഭവം അനുഭവിക്കുന്നത്, ട്രാജഡി. അതുകൊണ്ടാണ് കർത്താവിൽ പ്രസിദ്ധനായ മാർട്ടിൻ ലൂതർ ഇപ്രകാരം പറഞ്ഞു, ലോർഡ് ബ്ലെസ് us. If you are not willing, curse us, but never be silent. കർത്താവെ, നീ എന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇപ്പോൾ അനുഗ്രഹിക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ശപിച്ചാലും തിരക്കേടില്ല, നിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം, നീ നിശബ്ദനാകില്ലേ എന്ന. ദൈവമക്കളെ ഇന്നും ആഗ്രഹിക്കുന്നതല്ലയോ, ഇമ്പമേറിയ നിന്നെ അൻപുള്ള സ്വരം മുമ്പേ നടന്ന് സദാ കേൾപ്പിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 3 പ്രശ്നം നമുക്കൊന്ന് ചിന്തിക്കാം. 3 പ്രതിസന്ധി അബ്രഹാം ഇപ്പോൾ. 1, ആദ്യം സൂചിപ്പിച്ചതുപോലെ ഫിയർ, ഭയം, രാജാക്കന്മാർ പുറകെ വരുമോ എന്നുള്ളൊരു ഭയം. 2, താൻ പാർക്കുന്ന സ്ഥലത്തെ ഇൻസെക്യൂരിറ്റി, ഭദ്രതയില്ലായ്മ, പരദേശിയാണ് താൻ. 3, ഒരു ആങ്സൈറ്റി. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ദൈവത്തോട് പറയുകയാണ്, നീ എനിക്കൊരു സന്തതിയെ തന്നില്ല, ഭാവി എന്താ എനിക്ക്? ആങ്സൈറ്റി. ദൈവം മനോഹരമായി തൻ്റെ ഭക്തനോട് ഇടപെടുന്നു, ദൈവവചനം അവന് കൊടുക്കുന്നു. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്ന്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഫിയർ നോട്ട്. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വലിയ ശക്തിയാണ്. മനുഷ്യരെ ഭയപ്പെടേണ്ടെന്നൊക്കെ വാക്ക് പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ വലിയ ബലമില്ല. തമ്പുരാൻ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ അത്യന്ത ശക്തിയുണ്ട്. ഫിയർ നോട്ട്. അതുകൊണ്ടാണ് ഭയപ്പെടുന്ന സന്ദർഭങ്ങളിലൊക്കെ വേദപുസ്തകത്തിൻ്റെ താളുകൾ പരിശോധിച്ചാൽ യേശു കർത്താവ് വന്ന സമയത്തും കർത്താവ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാണ് മനുഷ്യ ജീവിതത്തിലേക്ക് ഇടപെടുന്നത്. എന്താ ഭയത്തിനുള്ള പ്രതിവിധി? എന്താ തമ്പുരാൻ ഇങ്ങനെ സംസാരിക്കുന്നത്? ദൈവവചനത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവുമാണ് ഭയത്തിനുള്ള പ്രതിവിധി. ആൻറ്റിഡോട്ട് ഫോർ ഫിയർ ഈസ് ഫെയ്ത്ത്. വിശ്വാസമാണ് ഭയത്തിനുള്ള പ്രതിവിധി. എന്നാൽ വിശ്വാസം വരണമെങ്കിൽ ദൈവവചനം കേൾക്കണം. വിശ്വസിച്ചോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനൊക്കത്തില്ല. വിശ്വസിക്കണമെങ്കിൽ വചനം കേൾക്കണം. വി ഹാവ് ടു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഭയപ്പെടേണ്ട അബ്രഹാമേ. 56-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം സങ്കീർത്തനക്കാരൻ പറഞ്ഞു, 3-ാം വാക്യത്തിൽ, ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കും. അതൊരു നല്ല കാര്യമാണ്. അത്യുന്നതിൻ്റെ മറവിലേക്ക് ഓടി മറയുന്നൊരു അനുഭവം. വെൻ ഫിയർ കംസ് ഐ വിൽ ട്രസ്റ്റ് യു ലോർഡ്. 4-ാം വാക്യം അല്പം കൂടെ നല്ലതാണ്. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ഭയപ്പെടുകയില്ല. അതുകൊണ്ടാണ് കർത്താവിൽ പ്രസിദ്ധനായ D.L. മൂഡി പറഞ്ഞു, അദ്ദേഹത്തെ വിദ്യാഭ്യാസത്തിൽ പരിമിതി ഉണ്ടായിരുന്നു, ഉന്നതമായ ദൈവിക ചിന്തയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, ഈ 3-ാം വാക്യത്തിലുള്ളത് സെക്കൻഡ് ക്ലാസ് ട്രാവലാണ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുമ്പോൾ ഓടി ദൈവത്തിൻ്റെ അടുക്ക വരിക. 4-ാം വാക്യത്തിലുള്ളത് ഫസ്റ്റ് ക്ലാസ് ട്രാവലാണ്. ഈ ഫസ്റ്റ് ക്ലാസ്സിലെ ട്രാവൽ എന്നാണെന്നറിയാമോ? ദൈവത്തിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഐ വിൽ നോട്ട് ഫിയർ. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാൻ അബ്രഹാമിന് ഒരവസരം കൊടുക്കുകയാണ്. ഗോഡ് ഈസ് സ്പീക്കിംഗ്. ആ ഭയപ്പെടേണ്ട എന്നുള്ളത് എങ്ങനെയാണ് ഉറപ്പിക്കുന്നതെന്ന് നോക്കിക്കാട്ടെ. ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ ശ്രദ്ധിച്ചാൽ ഐ ആം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്, ഞാനാകുന്നു. മലയാളത്തിൽ ഇതിനിടയ്ക്ക് 2-3 വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്.
ഏത് കാലത്തും മനുഷ്യജാതിയുടെ ഭയത്തിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉത്തരം ഈ വാക്കുകൾ തന്നെയാണ്. ഞാൻ ആകുന്നു, ഭയപ്പെടേണ്ട. വെള്ളത്തിൽ ആടി ഉലയുന്ന സമയത്ത് നൗക മുങ്ങിപ്പോകുമോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ തിരുവചനം പറയുന്നത് അവർ തണ്ട് വലിച്ച് വരഞ്ഞെന്നാണ്. അപ്പോൾ വെള്ളത്തിന് മീതെ നടന്നു വരുന്നത് കർത്താവ് ഇപ്രകാരമാണ് അവരോട് പറഞ്ഞത്, ഭയപ്പെടണ്ട, ഞാനാകുന്നു, ഐ ആം. സർവശക്തനായ ദൈവം, മാറ്റമില്ലാത്തവനായ ദൈവം, നമ്മെ അറിയുന്നവനായ ദൈവം, എന്നും എന്നേക്കും ഇരിക്കുന്നവനായ ദൈവം, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നു, ഭയപ്പെടണ്ട. ഇനി നോക്കിക്കാട്ടെ, എന്താണ് ദൈവം അവനോട് പറഞ്ഞത് നോക്കിക്കാട്ടെ. ഇപ്രകാരമാണ്, അബ്രാഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ഇവിടെ നമുക്ക് ഈ വേദഭാഗത്ത് 3 കാര്യം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഗോഡ് സേസ് ഐ ആം യുവർ പ്രൊട്ടക്ഷൻ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, ഗോഡ് സേസ് ഐ ആം യുവർ പ്രൊവൈഡർ. മൂന്നാമത് നമ്മൾ 6-ാം വാക്യത്തിൽ 5-ാം വാക്യത്തിൽ കാണാൻ നമുക്ക് കഴിയും, ഗോഡ് സേസ് ഐ ആം ദ ഫെയ്ത്ത്ഫുൾ ഗോഡ് ഹു വിൽ കീപ് ദ പ്രോമിസ്. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം. 1, ഞാൻ നിൻ്റെ പരിചയമാകുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഡിഫൻഡറാകുക, പ്രതിരോധമാകുക. നമുക്കെല്ലാം ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മെ സംരക്ഷിക്കാൻ ആരെങ്കിലും വേണമല്ലോ. നല്ല സൈന്യമുള്ള രാജ്യത്ത് ജീവിക്കുന്നത് അവിടെയുള്ള സിറ്റിസൺസിന് വലിയ ഉറപ്പാണ്. കാരണം നമുക്കൊരു സൈന്യമുണ്ടെന്ന് അവരുടെ ഒരു വിശ്വാസം. വി ആർ പ്രൊട്ടക്റ്റഡ്. എന്നാൽ വിശ്വാസിക്ക് ഉറയ്ക്കാനുള്ളത് നമ്മെ സൂക്ഷിക്കുന്ന, നമ്മെ ഭദ്രമായി കാക്കുന്ന പരിചയായ ദൈവം. എന്നാൽ ഇവിടെയൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു ബലഹീനത, മാനുഷിക സംരക്ഷണത്തിൽ പോയി ആശ്രയിക്കുന്നൊരു ബലഹീനത നമുക്കുണ്ട്. വി ട്രസ്റ്റ് ഇൻ ഹ്യൂമൻ പ്രൊട്ടക്ഷൻ. ചിലപ്പോൾ തമ്പുരാൻ അങ്ങനെയുള്ള പ്രൊട്ടക്ഷനൊക്കെ ഒന്ന് ഇടിക്കുന്നതിൻ്റെ കാരണം യഥാർത്ഥ ഭദ്രത തമ്പുരാനിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ ജനത്തോടൊരിക്കൽ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഈ ഫറവോൻ്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്രയീമിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രയീമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം. യെശയ്യാ 30:2. അപ്പോൾ ആ ജനം, നമുക്കെല്ലാം ചരിത്രം വായിക്കുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്ത പുസ്തകമൊക്കെ വായിക്കുമ്പോൾ, ഇസ്രായേൽ ജനം അവരുടെ സംരക്ഷണത്തിന് വേണ്ടി മറ്റ് രാജാക്കന്മാരെയൊക്കെ ആശ്രയിച്ച് പോയ ചരിത്രമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവം തമ്പുരാൻ പറയുകയാണ്, എൻ്റെ ആലോചന ചോദിക്കാതെ മാനുഷിക സംരക്ഷണത്തിന് പോയിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് ഞാനിപ്രകാരം പറയാൻ നിങ്ങൾ മത്സരമുള്ള ജനമാണ്. യു ആർ റിബെല്ലിങ് അഗൻസ്റ്റ് മീ. നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അതിൻ്റെ കാരണം 31:3 യെശയ്യാ 31:3 പറഞ്ഞിട്ടുണ്ട്, മിസ്രയീം ഒരു ദൈവമല്ല. യു ആർ ട്രസ്റ്റിംഗ് ഇൻ ഈജിപ്ഷ്യൻസ്. നോ, ദേ ആർ നോട്ട് ഗോഡ്സ്. അതിനുശേഷം പറഞ്ഞു, അവരുടെ കുതിരകൾ കണ്ടുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങോട്ട് പോയത്. കർത്താവ് പറഞ്ഞു, അവരുടെ കുതിരകൾ ആത്മാവല്ല, ജഡമാണ്. ഫോളി ഓഫ് ട്രസ്റ്റിംഗ് ഇൻ ഹ്യൂമൻ പവർ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം നമ്മുടെ ബുദ്ധിഹീനതയിൽ ഇങ്ങനെയുള്ള ആശ്രയം വെക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉറച്ചോണം, നമ്മുടെ പ്രൊട്ടക്റ്റർ, നമ്മെ സൂക്ഷിക്കുന്നത്, നമ്മെ കാക്കുന്നത് നമ്മുടെ പരിചയായ ദൈവമാണ്. ദൈവത്തിൻ്റെ ഷീൽഡ്, ദൈവത്തിൻ്റെ പരിച നമുക്ക് ശത്രുക്കളിൽ നിന്നുള്ള വലിയൊരു ഡിഫൻസാണ്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുക, അവൻ്റെ സങ്കേതം, അവൻ നമുക്ക് സങ്കേതമായിരിക്കുക. റെഫ്യൂജ് ആൻഡ് ഫോർട്രസ്. 91-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അത് കാണാനായിട്ട് കഴിയും. അവസാനം 4-ാം വാക്യത്തിൽ പറഞ്ഞ, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം, നിനക്ക് പലകയുമാണ്.
പരിചയും പലകയും തമ്മിൽ, പരിച സാധാരണ പരിചയമാണ്, പലക വലിയ സൈസിലുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ദ സോൾജർ ഈസ് ഫുള്ളി പ്രൊട്ടക്റ്റഡ്. അതാണ് അതിൻ്റെ അർത്ഥം. അവൻ നിനക്ക് പരിച, അവൻ്റെ വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. രണ്ട്, ദൈവം പരിചയമാണെന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും ഒരു വേലി പോലെയാണ്. ഈസ് ലൈക്ക് എ ഫെൻസ് അറൗണ്ട് അസ്. യോബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, 3-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, ഷീൽഡ് അറൗണ്ട് മീ. ദൈവം തമ്പുരാൻ എത്ര ഭദ്രമായി നമ്മെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സൂക്ഷിക്കുക മാത്രമല്ല, നമ്മെ രക്ഷിക്കാനും മതിയായവനാണ്. 7-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്. സങ്കീർത്തനക്കാരൻ പറയാം, മൈ ഷീൽഡ് ഈസ് വിത്ത് ദ ലോഡ്. അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു, സൂക്ഷിക്കുന്നു മാത്രമല്ല, നോട്ട് ഓൺലി കീപ്സ് മീ, ഹി സേവ്സ് മീ. ഈ നശ്വര ലോകത്തിൽ നമുക്കിങ്ങനെ ഒരു സൂക്ഷിപ്പുകാരൻ, നമുക്കൊരു ഡിഫെൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഭദ്രത തരുന്നു. മൈ ഷീൽഡ് ആൻഡ് ഡിഫെൻഡർ. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ടതാ, മൈ ഷീൽഡ് ആൻഡ് മൈ ഡിഫെൻഡർ. ഇവിടെ ശത്രുക്കളുടെ അറ്റാക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ലോകം അപവാദമൊക്കെ പറയുമ്പോൾ, ദൈവമക്കളെ അറിയാതെ ആടിപ്പോവില്ലയോ? ലോകം മുഴുവൻ അങ്ങോട്ട് ഇളകി മറിഞ്ഞ് ഇങ്ങോട്ട് വന്നാലും നമുക്കൊരു സൂക്ഷിപ്പുകാരനുണ്ട്. ഹീ ഈസ് അവർ ഡിഫെൻഡർ. എന്നും സൂക്ഷിപ്പാൻ അവൻ മതിയായവനാണ്. ആലോചന യോഗം കൂടി നമ്മെ തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ, ഈ ദാവീദിനൊരിക്കൽ തൻ്റെ ആത്മസ്നേഹിതനായിരുന്ന അഹീത്തോപ്പേൽ തൻ്റെ പുത്രനോട് ചേർന്ന് മത്സരിക്കുന്നതായിട്ടുള്ള കേൾവി വന്നപ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, തമ്പുരാനെ അഹീത്തോപ്പേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കണേ. ലോർഡ്, ഫ്രസ്ട്രേറ്റ് ദ പ്ലാൻ ഓഫ് അഹീത്തോപ്പേൽ. ദൈവം തമ്പുരാൻ അങ്ങനെ തന്നെ ചെയ്തു. സോ ഹൂ ഈസ് അവർ ഡിഫെൻഡർ? ഗോഡ് ഈസ് അവർ ഡിഫെൻഡർ. ഇക്കാലത്ത് ജീവിക്കുന്ന നമുക്ക് എത്ര എത്ര പ്രസക്തമായ കാര്യമായില്ലയോ? ലോകപ്രകാരം ഒന്ന് നോക്കി, ആരുണ്ട്? ആരുമില്ല. ഉണ്ടെന്ന് പറയുന്നവരും ശക്തരുമല്ല. എന്നാൽ സൂക്ഷിക്കാൻ, കാക്കാൻ യഹോവ എൻ്റെ പരിപാലകൻ, യഹോവ എൻ്റെ വലത്ത് ഭാഗത്ത് എനിക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ബാധിക്കുകയില്ല. യഹോവ ഒരു അനർത്ഥവും ഭവിക്കാതെ എന്നെ പരിപാലിക്കും. ദ ലോർഡ് ഈസ് അവർ ഡിഫെൻഡർ. 2, പ്രോമിസ് ഓഫ് പ്രൊവിഷൻ. ഗോഡ് ഈസ് അവർ പ്രൊവൈഡർ. അബ്രഹാമിനുണ്ടായതെന്നാൽ, ഞാൻ നിൻ്റെ പരിചയം, നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും. ഐ ആം യുവർ റിവാർഡ്, ഗ്ലോറിയസ് റിവാർഡ്. അബ്രഹാമിന് ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇത് അന്വർത്ഥമായോ? ഞാൻ നിനക്ക് വേണ്ടുന്നതൊക്കെ തരും എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത് അന്വർത്ഥമായോ? എൻ്റെ ഓർമ്മയിൽ ഏറ്റവും പ്രസക്തമായി വരുന്നത് മോറിയാമലയില്ല. മറ്റാവശ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് തനിക്കെങ്കിലും മലയുടെ മുകളിൽ മകനുമായി യാഗം കഴിക്കാൻ നിൽക്കുമ്പോൾ, ഒരാടിനെ കൂടാതെ ആ മലയിൽ കയറി പോകുമ്പോൾ തൻ്റെ കയ്യിൽ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. ഗോഡ് പ്രൊവൈഡഡ്. അതുകൊണ്ടാണല്ലോ യഹോവ ഈരെ എന്ന് നമ്മൾ പാടുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു, നമ്മളെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവ ഈരെ. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. ഉൽപ്പത്തി 22:14. 1-2 കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറയട്ടെ. ഗോഡ് ഈസ് അവർ ടൈംലി പ്രൊവൈഡർ. ഈ കാര്യങ്ങൾ തരുന്നവരുണ്ടെങ്കിലും തക്ക സമയത്ത് തന്നില്ലെങ്കിൽ പ്രയോജനമില്ലല്ലോ. അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. ലഭിച്ചു പക്ഷേ താമസിച്ചു പോയി. അങ്ങനെ തമ്പുരാൻ ഒരിക്കലും ഭവിക്കത്തില്ല.
ഈ മൊറിയായിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കാട്ടെ. 22:11-12 വായിക്കുമ്പോൾ കത്തി എടുത്തു, ഉടനെ എന്ന് ഒരു വാക്കുണ്ട് അവിടെ. ഉടനെ ഉണ്ടോ? ആ വാക്ക് മിസ് ചെയ്യരുത്. അബ്രഹാം കത്തി എടുത്ത ഉടനെ യഹോവയുടെ ദൂതൻ. അപ്പോൾ തമ്പുരാൻ്റെ സമയം എങ്ങനെയാണെന്ന് നോക്കിക്കാട്ടെ. ആറ്റ് ദ റൈറ്റ് ടൈം, ആറ്റ് ദ റൈറ്റ് ടൈം. വിശ്വാസ ജീവിതത്തിൽ അബ്രഹാമിനെ പോലെ യാത്ര ചെയ്ത അനേക ദൈവമക്കൾക്ക് എത്രയോ പ്രാവശ്യം ഇത് ജീവിതത്തിൽ അനുഭവമായി തീർന്നിട്ടുണ്ട്. ടൈംലി പ്രൊവൈഡഡ്. എൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 22:13 വായിക്കുമ്പോൾ, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഉണ്ടോ, ഒരു ആട്ടുകൊറ്റൻ കൊമ്പുകാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. നോക്കിക്കാട്ടെ, റൈറ്റ് ടൈം. തക്ക സമയത്ത് തരുമെന്ന് മാത്രമല്ല, നെവർ ഫെയിലിംഗ് പ്രൊവൈഡറാണ്. എന്ന് വെച്ചാൽ അവൻ്റെ ആ പ്രൊവിഷൻ വറ്റിപ്പോകുന്നതല്ല, തീർന്നു പോകുന്നതല്ല. ചിലർ സഹായിച്ചേച്ച് പറയും, ഓ സഹായിച്ചു, പക്ഷേ ഇനിയിപ്പോൾ സഹായിക്കാനുള്ളത് ഞങ്ങളുടെ കയ്യിലില്ല. നമ്മളും പറയാറുള്ളതാണ് ചിലപ്പോൾ. പക്ഷെ തമ്പുരാൻ ഒരിക്കലും അത് പറയത്തില്ല. നെവർ ഫെയിൽസ്. അത് ഈ സാറപ്പത്തിലെ വിധവയുടെ കരത്തിലോട്ട് നോക്കിയാൽ മതി. അവിടെ ഒരു വാചകം അവിടെ ചേർത്തിട്ടുണ്ട്, കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതും ഇല്ല. അപ്പോൾ ഈ വറ്റിപ്പോകാതെ കൊടുക്കുന്ന, കുറഞ്ഞു പോകാതെ നൽകുന്ന ദൈവത്തിൻ്റെ കരുതൽ, ഐ ആം യുവർ പ്രൊവൈഡർ. ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയണമല്ലോ, ഗോഡ് വിൽ ആഡിക്വറ്റ്ലി പ്രൊവൈഡ്. നമ്മുടെ ആവശ്യം അനുസരിച്ച് തമ്പുരാൻ നമുക്ക് നൽകും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്ത്. കർത്താവിൻ്റെ ദാസൻ ഹഡ്സൺ ടെയ്ലറെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. മറിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. എല്ലാം തീരുമാനിച്ചു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞെരുക്കത്തിൻ്റെ ഒരു സമയമായതുകൊണ്ട് ആ പെൺകൊച്ചിനോട് പറഞ്ഞു, ഈ ഞെരുക്കത്തിൽ ഞാൻ ജീവിക്കുമ്പോഴേ നിന്നെ കൂടെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നാൽ ആകെ ഞെരുക്കമായി പോകും. അതുകൊണ്ട് നിനക്ക് കഷ്ടപ്പാടുണ്ടാകാതിരിക്കാൻ ലെറ്റസ് പോസ്റ്റ്പോൺ ദ മാരേജ്. ഇട്ടേച്ച് പോവുകയല്ല, ലെറ്റസ് പോസ്റ്റ്പോൺ ദ മാരേജ്. ഉടനെ ആ പെങ്കൊച്ച് പറഞ്ഞു, എൻ്റെ അപ്പൻ വളരെ പ്രയാസത്തിൽ കൂടെ ജീവിച്ച ഒരു മനുഷ്യനാണ്. ഞങ്ങളുടെ ആയുസ്സിൽ എൻ്റെ തമ്പുരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ അനുവദിച്ചില്ല. അപ്പോൾ എൻ്റെ ആയുസ്സിൻ്റെ ആ ഭാഗത്ത് ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ പട്ടിണി കിടക്കാതെ നടത്തിയ ഒരു ദൈവം ഉണ്ടെങ്കിൽ, അങ്ങയുടെ കൂടെ ജീവിച്ചാൽ അവിടെയും തരുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം. 2025 നമുക്കെന്താ ഉറപ്പ്? ഗോഡ് ഈസ് അവർ പ്രൊട്ടക്റ്റർ. 2, ഗോഡ് ഈസ് അവർ പ്രൊവൈഡർ ആൻഡ് അവർ റിവാർഡ്. 3, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു ഹിസ് പ്രോമിസ്. ഈ അബ്രഹാമിനാകെ ഒരു വിഷമമുണ്ടായിരുന്നത്. അബ്രഹാമിനോട് പ്രത്യക്ഷനായിച്ച് പറഞ്ഞു, നിൻ്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. എപ്പോഴാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. എന്നാൽ ഇപ്പോഴീ 15-ാമത്തെ അധ്യായത്തിൽ വന്നിട്ടും സംഗതിയൊന്നുമില്ല. സംശയിച്ചു പോകത്തില്ലയോ? അതേ ഉടനെ കർത്താവിനോട് പറഞ്ഞു, അബ്രഹാം കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമസ്കേക്കുകാരനായ ഈ എല്യാസർ അത്രേ. അതിനകത്ത് ഒരുപാട് ചിന്തകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
അബ്രഹാമിൻ്റെ മനസ്സിൽ കൂടെ പോയ ചില ചിന്തകൾ. ഒന്ന്, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ. തമ്പുരാനോട് പറയുക, നീ വാക്ക് പറഞ്ഞതാ ശരിയാ, പക്ഷേ ഇപ്പോൾ ഒന്ന് നോക്കിക്കേ, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. യു ഹാവ് നോട്ട് ഗിവൺ മീ. പറഞ്ഞെങ്കിലും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞതിൻ്റെ രഹസ്യം. രണ്ടാമത് നോക്കിക്കാട്ടെ, അതിനോട് ചേർത്തൊരു കാര്യം പറഞ്ഞു. ഇനി അവകാശിയായി എൻ്റെ വീട്ടിൽ ജനിച്ച ഒരുത്തനുണ്ട്, അവൻ എലിയാസർ. അപ്പം അതിനകത്തൊരു വേറൊരു ധ്വനിയുണ്ട്. എൻ്റെ ദാസന്മാർക്ക് പോലും മക്കളുണ്ട്. ദാസന്മാർക്ക് മാത്രമല്ല, നിൻ്റെ വഴി വിട്ട് സോദോമിൽ പാർക്കുന്ന എൻ്റെ അനുദ്രവനും മക്കളുണ്ട്. എന്നാൽ നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. ദൈവമക്കളെ പരസ്യമായി പറയത്തില്ലെങ്കിലും രഹസ്യമായി ഹൃദയത്തിനകത്ത്, കർത്താവേ, നിൻ്റെ വഴിയിൽ നിന്നെ സ്നേഹിച്ചും സേവിച്ചും ഒക്കെ ജീവിച്ചിട്ടും അങ്ങോട്ടൊന്ന് നോക്കി, അവിടെ എന്താ കുറവ്? അവിടെയാണ് നിറഞ്ഞ ആരോഗ്യത്തോടെ നടക്കുക. ഇവിടെ ആണെങ്കിൽ എന്നും പ്രയാസം. യു ഹാവ് നോട്ട് ഗിവൺ മീ. അപ്പോൾ അതിനകത്ത് തൻ്റെ ഹൃദയത്തിനകത്തെ വേദന താനൊന്ന് പറഞ്ഞു. 2, ദൈവത്തിൻ്റെ മനസ്സിലുള്ള, തൻ്റെ ഹൃദയത്തിലുള്ള മനസ്സ് ചിന്ത ദൈവത്തെ അറിയിച്ചു. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നുവെന്നും അബ്രഹാം പറഞ്ഞു. അപ്പോൾ കർത്താവ് അതിനൊരു ഉത്തരം പറഞ്ഞു. നോക്കിക്കാട്ടെ 4-ാമത്തെ വാക്യത്തിൽ, അവൻ നിൻ്റെ അവകാശിയാകുകയില്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവൻ തന്നെ നിൻ്റെ അവകാശിയാക്കും. ദൈവം തമ്പുരാൻ ശ്രമിക്കുന്നത് ഈ മനുഷ്യൻ്റെ ചിന്തയൊന്ന് മാറ്റാനാണ്. ഈ ട്രൈങ് ടു ചേഞ്ച് ദ തിങ്കിങ്. എൻ്റെ ഹൃദയത്തിലുള്ള ചിന്ത എന്നാണെന്നറിയാമോ? ദൈവം തന്നിട്ടില്ല. 2, എനിക്ക് പ്രായമായി, ഇനി സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റുള്ളവർക്കെല്ലാം കൊടുത്തിട്ടുമുണ്ട്. ഈ ചിന്തയോടുകൂടാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. ആ ചിന്തയോട് ജീവിക്കുന്ന ഈ മനുഷ്യനോട് തമ്പുരാൻ തൻ്റെ വചനം കൊണ്ടാണ് ഇടപെടുന്നത്. വീണ്ടും പറയുകയാണ്, അവൻ നിൻ്റെ അവകാശിയാകുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ദൈവം അവനോട് പറയുകയാണ്. നോക്കിക്കാട്ടെ 5-ാമത്തെ വാക്യം, പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ട് ചെന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അപ്പോൾ അവൻ്റെ ചിന്താമണ്ഡലത്തെ ഒന്ന് വിപ്ലവകരമായിട്ടൊന്ന് മാറ്റണം. സോ ഗോഡ് സേസ്, കം ഔട്ട് ഓഫ് ദ ടെൻറ്റ്. നീ ആകാശത്തേക്കൊന്ന് നോക്കിക്കേ. നക്ഷത്രഗോളങ്ങൾ ഇതെല്ലാം സൃഷ്ടിച്ചത് ഞാനാണ്. അത് എണ്ണാൻ നിനക്ക് കഴിയുമോ? യു കനോട്ട്. നിന്നെക്കൊണ്ട് അത് സാധ്യവുമല്ല. എന്നിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു, നിൻ്റെ ഉദരത്തിൽ നിന്ന് ഉരുവാകുന്നവൻ നിൻ്റെ അവകാശിയാകും. ഗോഡ് സേസ്, ദൈവൻ്റെ റിപ്പീറ്റ് ചെയ്യുകയാണ്, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. വാസ്തവത്തിൽ ദൈവം പറയുകയാണ്, എന്നോട് ചേർന്ന് നീ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി, എന്നാൽ അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞാൽ അന്ന് പറഞ്ഞതുപോലെ ഇന്നും പറയുന്നു. 12-ാമത്തെ അധ്യായത്തിൽ നിന്നോട് പറഞ്ഞതുപോലെ ഞാൻ ഇന്നും നിന്നോട് പറയുന്നു. 13-ാമത്തെ അധ്യായത്തിൽ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ, സെയിം വേർഡ്. ഐ ആം നോട്ട് എഡിറ്റിംഗ് മൈ പ്രോമിസ്. അന്ന് പറഞ്ഞ വാഗ്ദത്തം ഈ 15-ാമത്തെ അധ്യായത്തിൽ എഡിറ്റ് ചെയ്ത് പറയാനല്ല, 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ വാഗ്ദത്തം തന്നെ 15-ാമത്തെ അധ്യായത്തിൽ നിന്നോട് പറയുന്നു. ഐ ആം നോട്ട് ചേഞ്ചിങ്. God who created all things can do this miracle for you. ഇനി നോക്കിക്കാട്ടെ, ഉടനെ ഉണ്ടായ റെസ്പോൺസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ യഹോവയിൽ വിശ്വസിച്ചു. അവൻ യഹോവയിൽ
വിശ്വസിച്ചു. എവിടെയാണ് വിശ്വാസം എന്നുള്ളത് അതിനകത്ത് വളരെ വ്യക്തമാണ്. ഹി ബിലീവ്ഡ് ഗോഡ്. അവൻ യഹോവയിൽ വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിന് കൊടുത്ത അനേക അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇവിടെ ലഭിക്കുന്നത്. ഞാൻ നിന്നെ സൂക്ഷിച്ചോളാം, നല്ല കാര്യമില്ലയോ? ഞാൻ നിനക്ക് വേണ്ടുന്നത് തന്നോളാം, ഏറ്റവും നല്ല കാര്യമാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ജസ്റ്റിഫൈ യു. ഞാൻ നിന്നെ നീതീകരിക്കാൻ പോവുകയാണ്. ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എബ്രഹാം റിസീവ്ഡ്. അബ്രഹാമിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടു. ന്യായമായി നമ്മുടെ മനസ്സിൽ കൂടെ ഒരു ചിന്ത വരാൻ സാധ്യതയാണ്. 12-ാമത്തെ അധ്യായത്തിൽ വിശ്വസിച്ചില്ലയോ? എന്തുകൊണ്ടാണ് 12-ാമത്തെ അധ്യായത്തിൽ ഈ വാചകം പറയാൻ അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു? 13-ാമത്തെ അധ്യായത്തിൽ വിശ്വസിച്ചില്ലയോ? വിശ്വസിച്ചു. അവിടെയും പറഞ്ഞിട്ടില്ല. ഈ 15-ാമത്തെ അധ്യായത്തിൽ ഇവിടെ പറയാൻ കാരണം എന്നാ? ഇവിടെ ഒരു വാക്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവൻ നിൻ്റെ അവകാശിയാകയില്ല. 4-ാം വാക്യം, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ നിൻ്റെ സന്തതി. കേട്ടോ, അങ്ങനെയാണ് അവിടെ നാം വായിക്കുന്നത്. നിൻ്റെ അവകാശിയാകും, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ അവകാശിയാകും. 5-ാം വാക്യത്തിൻ്റെ അവസാനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. നിൻ്റെ സന്തതി. ഏകനെക്കുറിച്ച് പറഞ്ഞതുപോലെ തോന്നുന്നു. ഒരു ദേവദാസൻ പറഞ്ഞു, രക്ഷകനെക്കുറിച്ച് കൂടെ ചേർത്ത് പറയുന്ന വാഗ്ദത്തം ഇവിടെയാണ്. അത് അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇവിടെ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കേണ്ട കാര്യം, വിശ്വാസത്താലുള്ള നീതീകരണം വളരെ ഭംഗിയായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. വി ആർ സേവ്ഡ് ബൈ ഫെയ്ത്ത്. ഒരല്പം ചിന്തിച്ചാൽ ദൈവത്തിന് ഏറെ സ്തോത്രം പറയേണ്ട ഒരു കാര്യമാണിത്. ഈ ഒരു അനുഭവം ഇല്ലായിരുന്നു എങ്കിൽ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് എന്തുത്തരം കൊടുക്കും? പുണ്യപ്രവൃത്തി ചെയ്താലോ, നല്ല നടപ്പിൽ ജീവിച്ചാലോ ഇതൊന്നും സാധ്യമല്ല, നമുക്കറിയാം. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഉത്തരം ഇവിടെയാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. വിശ്വാസത്താലുള്ള നീതീകരണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവനായി നിൽക്കാനുള്ള ഭാഗ്യപദവി. റോമാലേഖനം 4-ാമത്തെ അധ്യായത്തിൽ ഇത് വർണ്ണിക്കുമ്പോൾ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഭാഗ്യാവസ്ഥ. കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ഇന്ന് രാത്രിയിൽ അങ്ങോട്ട് കിടന്നുറങ്ങാൻ പോകുമ്പോഴേ വളരെ സ്വസ്ഥമായും ഏറെ സമാധാനത്തോടും നമുക്ക് തലയിണയിലോട്ട് വെച്ച് ഉറങ്ങാൻ കഴിയുന്നതിൻ്റെ കാരണം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഭാഗ്യാവസ്ഥ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. ദൈവം നമ്മോട് ലംഘനങ്ങളെ കണക്കിടാതെ നിൽക്കുന്ന അനുഭവം. ഇനി നോക്കിക്കാട്ടെ, പ്ലാൻ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ പദ്ധതി ഇവിടെ വെളിപ്പെടുകയാണ്. നോക്കിക്കാട്ടെ, സൽപ്രവൃത്തികളാൽ രക്ഷപ്പെടാൻ ഒക്കുവോ? ഇവിടെ സാധ്യമല്ല, വിശ്വാസത്താലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ കാരണം സൽപ്രവൃത്തികൾ മതിയായി വരുന്നില്ല. തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, കറ പിരണ്ട തുണി പോലെയാണ് നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തി പോലും. യെശയ്യാപ്രവചനം 64:6 അത് പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങളൊന്ന് നോക്കിക്കാട്ടെ. സൽപ്രവൃത്തികൾക്ക് ഭൂതകാല പാപങ്ങളെ ക്ഷമിക്കാൻ സാധ്യമല്ല, നീക്കിക്കളയാൻ സാധ്യമല്ല. ഇനി പോട്ടെ,
മുമ്പോട്ടുള്ള ജീവിതത്തിൽ പാപമില്ലാതെ ജീവിക്കുന്നു എന്ന് ചിന്തിച്ചോ? സാധ്യമല്ല. എങ്കിൽ പോലും ഭൂതകാലത്തെ പാപങ്ങൾ, ഇന്ന് മുതൽ ചെയ്യാൻ പോകുന്ന സൽപ്രവൃത്തികൾ കൊണ്ട് ഇന്നലെ വരെ ചെയ്തിട്ടുള്ള തെറ്റുകളെ ക്ഷമിക്കാൻ സാധ്യമേ അല്ല. So if that is not possible, we cannot be justified by works, good works. പ്രവൃത്തികളാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. ഗലാത്യലേഖനം 2:16. പ്രധാനപ്പെട്ട കാര്യം, സൽപ്രവൃത്തികൾക്കൊരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കാനൊക്കത്തില്ല. ഈ നല്ല മനുഷ്യൻ അകത്തെ മനുഷ്യനാണ്. സൽപ്രവൃത്തികൾക്ക് ബാഹ്യമായി ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ കഴിയുമെങ്കിലും ആ ഗുഡ്നെസ് വരുത്താൻ സാധ്യമല്ല. ഗുഡ് വർക്ക്സ് കനോട്ട് പ്രൊഡ്യൂസ് എ ഗുഡ് മാൻ. യിരെമ്യാ പ്രവചനം 13:23 ഇങ്ങനൊരു വാക്യമുണ്ട്: കൂശ്യന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? ഉടനെ ചേർത്ത് പറയുകയാണ്, എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്കും എങ്ങനെ നന്മ ചെയ്യാൻ കഴിയും? ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. റോമാലേഖനം 7 വായിച്ചാൽ ഈ സത്യം വളരെ ഭംഗിയായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. നന്മ ചെയ്യണമെന്ന് ഏറെ ആഗ്രഹമുണ്ട്, എങ്കിലും ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നു. അയ്യോ അരിഷ്ട മനുഷ്യൻ. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു. എങ്കിലും ന്യായപ്രമാണത്തിലുള്ള വ്യവസ്ഥകൾ പാലിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്നിൽ തിന്മ വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവസാനം എഴുത്തുകാരൻ പറയുകയാണ്, അയ്യോ അരിഷ്ട മനുഷ്യൻ, എന്നെ ഇതിൽ നിന്ന് ആര് വിടുവിക്കും? അപ്പോൾ സൽപ്രവൃത്തികൾക്ക് ഭൂതകാല പാപങ്ങളെ മായ്ക്കാൻ ഒക്കുന്നില്ല. 2, സൽപ്രവൃത്തികൾക്ക് നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. 3, സൽപ്രവൃത്തികൾ ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ അഹന്തയുളവാക്കും. നോക്കിക്കോണം, ഏത് മനുഷ്യനും സൽപ്രവൃത്തികൾ ചെയ്ത് പോകുമ്പോൾ അതിലുള്ള ഒരു അഹന്ത, അത് തന്നെ ഒരു പാപമായി തീരും. ഗുഡ് വർക്ക്സ് മേക്സ് us പ്രൗഡ്. നമുക്കത് പല ജീവിതത്തിൽ കാണാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം മാത്രമേ നീതീകരണത്തിലേക്ക് നയിക്കൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റോമാലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 4-5 വാക്യത്തിൽ മനോഹരമായത് സമർത്ഥിച്ചിട്ടുണ്ട്. പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അല്പം ഒന്ന് ചിന്തിച്ച് നോക്കാട്ടെ. പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് എന്നവനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവം മുമ്പാകെ നീതീകരിക്കുവാൻ കഴിയുന്നൊരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, വെറും കൈയായി ഞാനങ്ങ് ക്രൂസിൽ മാത്രം നമ്പുന്നു. കർത്താവേ, ഞാൻ നഗ്നനാണ്, നിൻ്റെ വസ്ത്രം എനിക്ക് തരണം. നീചനാണ്, നിൻ്റെ കൃപ എനിക്ക് തരണം. മ്ലേച്ഛനായി ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു, നീ എന്നെ ശുദ്ധീകരിക്കണം. വി ആർ സേവ്ഡ് ബൈ ഫെയ്ത്ത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. താവിൽ പ്രസിദ്ധനായ ഒരു പട്ടക്കാരൻ, അദ്ദേഹം ഒരു സ്ത്രീയെ കൗൺസിൽ ചെയ്ത സമയത്ത് ജീവിതത്തിൽ വളരെ അബദ്ധസഞ്ചാരം ചെയ്ത് മലിനപ്പെട്ട ജീവിതം നയിച്ചൊരു സ്ത്രീ ദൈവത്തിൻ്റെ വചനം കൃപയാലുള്ള രക്ഷ അവൾ കേൾക്കാനായിട്ടിടയായി. ഈ ദൈവദാസൻ്റെ അടുക്കൽ വന്ന് അവളുടെ ജീവിതത്തിൻ്റെ താളുകളൊക്കെ തുറന്ന്
കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞു. അദ്ദേഹം സുവിശേഷം മുഴുവനായി വിശദീകരിച്ചു. ആ സമയത്ത് ആ സ്ത്രീ തലവണക്കി, തൻ്റെ കണ്ണുകൾ നിറഞ്ഞ, ഹൃദയം തകർന്ന് ക്രൂശിക്കപ്പെട്ട കർത്താവിൽ വിശ്വസിച്ചു. ആമേൻ എഴുന്നേൽക്കുമ്പോൾ ആ സ്ത്രീ ഇപ്രകാരം അദ്ദേഹത്തോട് പറഞ്ഞു, ഐ ഫീൽ സോ ക്ലീൻ. എൻ്റെ ജീവിതം ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ അനുഭവത്തിൽ വന്ന നാളുകൾ കഴിഞ്ഞവരാണ് നാം. കൃപയാൽ കർത്താവ് നമ്മെ രക്ഷിച്ച ഭാഗ്യ അവസ്ഥ മറന്നുപോകാതെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവേ, എന്നെ വീണ്ടെടുത്തതിനായി സ്തോത്രം. നീതിമാന്മാരുടെ ഗണത്തിൽ എന്നെ ആക്കിയതിനായി സ്തോത്രം. പ്രവൃത്തികളാലല്ല, കൃപയാൽ വിശ്വാസത്താൽ നീതീകരിക്കുന്നവനായി നീ എനിക്കുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. വി ആർ സേവ്ഡ് ബൈ ഫെയ്ത്ത്. നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. കൃപയാലല്ലോ, വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ വലിയ ഉറപ്പ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ വലിയ സങ്കടകരമായ ഒരു അനുഭവത്തിൽ താൻ നിരാശപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് ദൈവം അവനോട് സംസാരിച്ചു, എബ്രഹാം, ഐ ആം യുവർ ഡിഫൻഡർ. ഞാൻ നിന്നെ സൂക്ഷിച്ചോളാം. 2, ഐ ആം യുവർ പ്രൊവൈഡർ. ഐ വിൽ പ്രൊവൈഡ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടുന്നത് തക്ക സമയത്ത് തരും. 3, ഐ ആം ഫെയ്ത്ത്ഫുൾ. ഞാൻ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഏലിയാസർ അല്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശി ആയി തീരും. അബ്രഹാം ആ വചനം വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ നമുക്കും കൂടെ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതിനായി ദൈവത്തിന് സ്തോത്രം. ഇനി അനേക ജനങ്ങൾ കൃപയാലുള്ള ഈ രക്ഷ അറിയാൻ എത്രയോ ജനങ്ങൾ, എത്രയോ ആളുകൾ പുണ്യസ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകുന്നു, സമാധാനമില്ലാതെ ജീവിക്കുന്നു. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവത്തിൻ്റെ പുത്രനുള്ള വിശ്വാസത്താൽ നീതീകരണം ഉണ്ട് എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം അവരിനിയും അറിയണം. നമുക്ക് തന്നതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കൊണ്ടാണ് ഒരു ദൈവദാസൻ പറഞ്ഞ്, ചിലപ്പോൾ ഇരിക്കുമ്പോൾ സ്തോത്രം ചെയ്യാൻ ഒന്നുമില്ലല്ലോ, ഇന്നൊന്നും പ്രത്യേകമായിട്ട് ലഭിച്ചില്ല. ഒന്നുമില്ലെങ്കിൽ പോലും ദൈവം നമുക്ക് തന്ന രക്ഷയെ ഓർക്കുമ്പോൾ, ദൈവം നമുക്ക് തന്ന കൃപയെ ഓർക്കുമ്പോൾ, ദാറ്റ് ഈസ് ഇനഫ് ടു പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ അത് മതി. കൃപയാൽ രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനായി ദൈവത്തിന് സ്തോത്രം. ഫിയർ നോട്ട്. എനിക്ക് തോന്നുന്നു 2025 ഏറ്റവും അനുയോജ്യമായ സന്ദേശം. ഭയപ്പെടണ്ട. കാരണം ഐ ആം, ഞാനാകുന്നു. ഗോഡ് സേസ് ഐ ആം, ഞാനാകുന്നു. അതിനോട് ചേർത്ത 3 പ്രോമിസ്. ഐ വിൽ കീപ്പ് യു സേഫ്. ഐ വിൽ ഡിഫെൻഡ് യു. ഐ വിൽ പ്രൊവൈഡ് ഫോർ യു. ഐ എം എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. ഐ വിൽ കീപ്പ് മൈ പ്രോമിസ്. ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം എത്ര നാൾ കഴിഞ്ഞാലും അത് ഞാൻ നിറവേറ്റും. ദൈവത്തിന് സ്തോത്രം.